നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇനി ജോലിയിൽ മാത്രമല്ല, പ്രവാസികൾ തൊഴിലിടങ്ങളിൽ എത്തുമ്പോൾ ഡ്രസ്സിംഗിലും പെർഫെക്റ്റ് ആയിരിക്കണം. അത്തരത്തിലൊരു നിർദ്ദേശമാണ് കുവൈറ്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ജോലി സമയത്ത് ഓഫീസുകളിൽ മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് കുവൈറ്റ് പൊതുമരാമത്ത് മന്ത്രാലയം സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ്. പബ്ലിക് വർക്ക്സ് മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന ചില സ്ത്രീ പുരുഷ ജീവനക്കാർ തൊഴിലിടത്തിന് യോജിക്കാത്ത തരത്തിലുള്ള വേഷങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ധരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് മാന്യതയ്ക്ക് നിരക്കുന്നതല്ലെന്നും സർക്കുലറിൽ പറയുന്നു. മന്ത്രാലയത്തിലെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിയാണ് ഉദ്യോഗസ്ഥർക്കായി ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കിയതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജീവനക്കാരുടെ വേഷവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് 2013 പുറത്തിറക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് സർക്കുലറിലെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് സർക്കുലറിലെ ആവശ്യം. രാജ്യത്തെ സിവിൽ സർവീസ് നിയമം 24 വകുപ്പ് പ്രകാരം ജീവനക്കാർ തങ്ങളുടെ ജോലിയുടെ മഹത്വം കാത്തു സൂക്ഷിക്കണമെന്നും ബഹുമാനത്തോടെയുള്ള പെരുമാറ്റമാണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നും അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ കുവൈറ്റ് വിമാനത്താവളത്തിൽ എത്തുന്ന പ്രവാസികൾ അംഗീകൃത ടാക്സി സർവീസുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അനധികൃത ടാക്സി സർവീസ് നടത്തിയ നിരവധി വിദേശികളെ കസ്റ്റഡിയിലെടുത്തതായും പോലീസ് അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിൽ ഇന്ത്യക്കാർ അടക്കമുള്ള പ്രവാസികൾ പിടിയിലായി. അനധികൃതമായി കുവൈത്തിലെ എയർപോർട്ടിൽ ടാക്സി സർവീസ് നടത്തിയ 60 വിദേശികളെ അറസ്റ്റ് ചെയ്ത് നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻ വിഭാഗം അറിയിച്ചു. വിമാനത്താവളത്തിലെ ടെർമിനലിൽ നിന്നും പുറത്തുമായി യാത്രക്കാരെ കയറ്റിക്കൊണ്ടിരുന്ന ഇവരെ ദിവസങ്ങളായി ട്രാഫിക് പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ യൂസഫ് അൽ ഖദ നേരിട്ട് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘകർ പിടിക്കപ്പെട്ടത്. നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയവരിൽ ഭൂരിഭാഗവും ഇന്ത്യ, ബംഗ്ലാദേശ്, ഈജിപ്ത് പൗരന്മാരാണ്. വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർ അംഗീകൃത ടാക്സി സർവീസുകൾ മാത്രമേ ഉപയോഗിക്കാവൂവെന്നും അനധികൃതമായി സർവീസ് നടത്തുന്ന വാഹനങ്ങൾ കണ്ടെത്താൻ വരും ദിവസങ്ങളിലും വിമാനത്താവളം കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധന നടത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പ്രവാസികളെല്ലാം ഇക്കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.